കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിന്, ഈ സുവിശേഷ ഭാഗത്തിന് പശ്ചാത്തലം ഒരു യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുന്നതാണ്: കർത്താവെ, നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്മോട് തന്നെ ഓരോ ദിവസവും ചോദിക്കണം, ഞാനിപ്പോൾ ജീവിക്കുന്ന ജീവിതം ജീവിച്ചാൽ എനിക്ക് നിത്യരക്ഷ ഉറപ്പാണ്? നാം ദൈവത്തിൽ നിന്ന് വന്നവരാണ്, തിരിച്ച് ദൈവത്തെങ്കിലേക്ക് പോകേണ്ടവരാണ്. ഈ ലോകം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ പാടില്ല. വിധിയുടെ ദിവസത്തിൽ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭാഗ്യം ചെയ്തവരെ എന്ന് കേൾക്കുവാൻ നമുക്ക് ഇടവരണം. ഈ യുവാവ് ചോദിച്ചു, നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് കൽപ്പനകൾ അറിയത്തില്ലേ? കൽപ്പനകൾ ഓരോന്നായി കർത്താവിന് പറഞ്ഞു കൊടുത്തു. ആ യുവാവ് അവനോട് പറഞ്ഞു, എൻ്റെ ബാല്യം മുതലേ ഞാൻ ഇതെല്ലാം പ്രവർത്തിക്കുന്നു. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. നമുക്കറിയാം, 10 കൽപ്പനകളിൽ പലതും പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്നവരാണ്. ദൈവകൽപ്പനയുടെ ലംഘനമാണ് പാപം. പലപ്പോഴും നാം പാപത്തിൽ ജീവിക്കുന്നെങ്കിലും പാപബോധമില്ലാത്തവരാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നവനായിട്ടും അവനൊരു കുറവുണ്ടെന്ന് പറയുമ്പോൾ, കൽപ്പനകൾ തെറ്റിക്കുന്ന നമുക്ക് എന്തെല്ലാം കുറവുകൾ കാണും. തമ്പുരാന്റെ മുമ്പിലിരുന്ന് നമ്മുടെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുറവുകളെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം പോരാ, കുറവുകളൊക്കെ നികത്തി ഒരു വിശുദ്ധ ജീവിതത്തിന് നാം തയ്യാറാകണം. എന്താണ് കർത്താവ് അവനോട് പറഞ്ഞ കുറവ്? കൽപ്പനകളെല്ലാം പാലിക്കുന്നവനോട് കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ധനികനായൊരു മനുഷ്യനായിരുന്നു. അവൻ ധനത്തോട് വലിയ ആസക്തി ഉണ്ടായിരുന്നു. ധനമായിരുന്നു അവൻ്റെ ദൈവം. ധനം വിട്ട് കളിക്കുവാൻ അവൻ തയ്യാറായില്ല. ധനവാന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ്. എന്തൊരു കാരണം? അവൻ ധനത്തെയാണ് ആരാധിക്കുന്നത്. ധനം നമ്മുടെ ആവശ്യത്തിന് ദൈവം നമ്മൾ നൽകുന്ന ഒരു മാധ്യമം മാത്രമാണ്. പക്ഷേ അതിനെ പൂജിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ സാധിക്കത്തില്ല. കർത്താവ് കൽപ്പന പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പക്ഷെ പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോകത്തിൻ്റെ മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ഭൗതിക ജീവിതവും തമ്മിൽ ഒരു ബന്ധമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാകണം നമ്മുടെ ഭൗതിക ജീവിതം. ആത്മീയ ജീവിതം ഒരു വിധത്തിൽ നടത്തുകയും ഭൗതിക ജീവിതം വേറൊരു വിധത്തിൽ നാം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ, ബന്ധമില്ലാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ, ഈ ധനവാനെ പോലെ നമുക്ക് സങ്കടപ്പെട്ട് പോകേണ്ടി വരും. നമുക്കറിയാം, മനുഷ്യനെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രീണിപ്പിക്കുന്ന പാപങ്ങളാണ് മണ്ണിനോടുള്ള ആർത്തി, പെണ്ണിനോടുള്ള ആർത്തി, അല്ലെങ്കിൽ അധികാരത്തോടുള്ള ആർത്തി. ഇത് മൂന്നും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ്. പിശാച് പോലും യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത്. നിനക്ക് വിശക്കുന്നില്ലേ? നീ ഭക്ഷണം കഴിക്കുക, കല്ല് അപ്പമാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ പറയുന്ന ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ധനത്തോട് ആർത്തിയുള്ളൊരു മനുഷ്യന്, ഈ ലോകത്തോട് ആർത്തിയുള്ളൊരു മനുഷ്യന്, പണത്തോട് ആർത്തിയുള്ളൊരു മനുഷ്യന്, അധികാരത്തോട് ആർത്തിയുള്ള മനുഷ്യന് ഒരിക്കലും ദൈവരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കത്തില്ല. കർത്താവ് ഉപമിച്ചിരിക്കുന്നത് അവൻ ഒട്ടകം സൂചിക്കൊടിയിലൂടെ കടക്കുന്നത് അതിനേക്കാൾ എളുപ്പമാണെന്ന്. എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിൽ അവകാശപ്പെടുത്താൻ സാധിക്കത്തില്ല. പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തന് ദൈവരാജ്യത്തിൽ അവകാശപ്പെടുത്താൻ സാധിക്കത്തില്ല. അതിനാൽ നിത്യജീവനെ കൺമുൻപിൽ കൊണ്ടുകൊണ്ട് നമുക്കൊണ്ട് കൊച്ചു ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കാം. എനിക്ക് കുറവുണ്ട്, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കണം. ആ പിഴകൾ കണ്ടുപിടിക്കണം. അത് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോൾ അഹങ്കാരികളായിരിക്കാം, സ്വാർത്ഥരായിരിക്കാം, നിഗളികളായിരിക്കാം, കോപിക്കുന്നവരായിരിക്കാം, മദ്യപിക്കുന്നവരായിരിക്കാം, മോഷ്ടിക്കുന്നവരായിരിക്കാം, വ്യഭിചാരം ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ അനേക പാപങ്ങൾ ഒരുപക്ഷെ നമ്മൾ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം. മനുഷ്യം ബലഹീനതാണെന്ന് പറഞ്ഞ് നമ്മളതിൽ ജീവിക്കരുത്. അതിൽ നിന്നും പിന്തിരിഞ്ഞ് ഒരു പുണ്യജീവിതം, ഒരു വിശുദ്ധ ജീവിതം, തമ്പുരാനോട് പറ്റിച്ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനുമായ രക്ഷകൻ യേശു മിശിഹായെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ഈ ഓട്ടം നമുക്ക് ഓടാം. ഈ ഒരു ഓട്ടമാണ് അത് യേശുവിനെ മാത്രം കൺമുൻപിൽ കണ്ടുകൊണ്ട്, യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, നിത്യജീവനെ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെതിരായി, നിത്യജീവനെതിരായി വരുന്ന എല്ലാം നീക്കിക്കളഞ്ഞ് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും ഇതിനുവേണ്ടി എല്ലാ കൃപയും അനുഗ്രഹവും തന്ന് എന്നെയും നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ
ആമേൻ.